ഏകദേശം 160 കോടി രൂപയുടെ തിരിമറി കണ്ടല സഹകരണ ബാങ്കിൽ നടത്തിയെന്ന ഇഡി കണ്ടെത്തിയ CPI നേതാവ് ഭാസുരാംഗന്റെ മകന്റെ വിവാഹം നടന്നത് രാജകീയ ആഡംബരത്തോടെയെന്ന മാറനല്ലൂർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എരവത്തൂർ ചന്ദ്രൻ വെളിപ്പെടുത്തുന്നു. നിർത്തിപ്പൊരിച്ച ആടും മദ്രാസിൽ നിന്നും കണ്ടെയ്നർ കൊണ്ടുവന്ന ആഡംബര കാറും അവയ്ക്ക് കുതിരകളുടെ അകമ്പടിയും ഉണ്ടായിരുന്നത് ഒരു സഖാവിൻ്റെ മകൻ്റെ വിവാഹത്തിനാണെന്ന് ഓർക്കണമെന്നും എരവത്തൂർ ചന്ദ്രൻ പറയുന്നു. CPMനെ പെറ്റമ്മ പോലെ കണ്ടിരുന്ന തന്നെ BJPയിലേക്ക് എത്തിച്ചത് ഇത്തരം നെറികെട്ട നേതാക്കളാണെന്നും എരവത്തൂർ ചന്ദ്രൻ കുറ്റപ്പെടുത്തുന്നു. കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കന്മാരും CPI നേതാക്കളും CPMൻ്റെ കൺട്രോൾ കമ്മീഷനും വരെ ഭാസുരാംഗന്റെ കൈപ്പിടിയിലാണെന്നും അഴിമതിയില്ലെന്ന് കരുതിയ CPI വരെ ഭാസുരാംഗന്റെ ചൊൽപ്പടിക്ക് നിന്നെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രാകൃതമായ രീതിയിൽ എന്നെ തകർക്കാൻ ശ്രമിച്ച ഭാസുരാംഗനെതിരെ CPMൻ്റെ കൺട്രോൾ കമ്മീഷനിൽ വരെ പരാതി നൽകിയപ്പോൾ കൺട്രോൾ കമ്മീഷൻ താങ്കളുടെ പരാതി തള്ളിയിരിക്കുന്നു എന്ന് ഒറ്റ വരിയിൽ മറുപടി നൽകുകയായിരുന്നുവെന്നും എരവത്തൂർ ചന്ദ്രൻ പറയുന്നു. അങ്ങനെയാണ് താൻ CPM വിട്ട BJPയിലേക്ക് മാറിയതെന്നും എരവത്തൂർ ചന്ദ്രൻ പറഞ്ഞു. വെറും കോൺഗ്രസ് ആയിരുന്ന ഭാസുരാംഗൻ പിന്നീട് CPI ആയി മാറുകയും CPMനെ വരെ തന്നെ ചൊൽപ്പടിക്ക് നിർത്തിയെന്നും കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള പല CPM മന്ത്രിമാരും സഹകരണ മന്ത്രിമാരും ഭാസുരാംഗന്റെ പോക്കറ്റിലായിരുന്നുവെന്നും എരവത്തൂർ ചന്ദ്രൻ ആരോപിക്കുന്നു. ഈ മന്ത്രിമാർ പ്രസംഗിക്കാനെത്തുമ്പോൾ വലിയൊരു വനിതാ ശ്രേതാക്കളെ ഭാസുരാംഗൻ സംഘടിപ്പിച്ചു കൊടുത്തത് ഒരു പൊടിക്കൈ ഉപയോഗിച്ചാണെന്നും പൊതുയോഗത്തിന് ശേഷം നറുക്കെടുത്ത് വിജയിക്കുന്ന ഒരാൾക്ക് സ്വർണ്ണ നാണയം കൊടുക്കുന്ന തന്ത്രമാണ് വനിതകളെ കൂട്ടാൻ ഉപയോഗിച്ചതെന്നും എരവത്തൂർ ചന്ദ്രൻ പറയുന്നു. എന്ത് മഴ പെയ്താലും വനിതകൾ എല്ലാം അങ്ങനെ മന്ത്രിയുടെ പ്രസംഗം കേട്ട് തന്നെ നിൽക്കും. കാരണം യോഗം കഴിഞ്ഞാൽ സ്വർണ്ണ നാണയം കിട്ടിയാലോ എന്നാണ് അവരുടെ ചിന്തയെന്നും എരവത്തൂർ ചന്ദ്രൻ പറയുന്നു. 10 ലക്ഷം കൈക്കൂലി കൊടുത്ത് ഒരു പഞ്ചായത്ത് മെമ്പറെ സ്വാധീനിച്ച മാറനല്ലൂർ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി മാറിയ ആളാണ് ഭാസുരാംഗൻ. മറ്റുള്ളയിടങ്ങളിൽ 8% പലിശയുള്ളപ്പോൾ 12% പലിശ വാഗ്ദാനം ചെയ്താണ് നിക്ഷേപകരെ ആകർഷിച്ച വ്യക്തിയാണ് ഭാസുരാംഗൻ. ക്ഷീര കർഷക ബാങ്ക് തളർന്ന് 4500 ക്ഷീര കർഷകർ പട്ടിണിയായപ്പോഴും ഭാസുരാംഗൻ വളർന്നു. സഹകരണ ബാങ്കിലെ ഭാസുരാംഗന്റെ 2 ഭാര്യമാരുടെ മരണങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നുവെങ്കിലും ഇപ്പോൾ അത് അന്വേഷിക്കണമെന്ന ആവശ്യം ഉയരുകയാണെന്നും എരവത്തൂർ ചന്ദ്രൻ പറയുന്നു.